എന്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. അത് മാത്രമല്ല, പീരീഡ്സ് ആവുന്ന സമയത്ത് എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് അവന് മനസ്സിലാവുമായിരുന്നു അമ്മ പീരീഡ്സ് ആണോ. സ്വന്തം ജനിപ്പിച്ച അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ എക്സ്പ്രഷൻ നോക്കിയിട്ട് അമ്മയ്ക്ക് ആർത്തവമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള മക്കള് ഒരു 5% നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള മക്കൾക്ക് നമ്മൾ ഈ തെക്ക് വടക്ക് ഭാഗങ്ങളിലോട്ട് ഒരു പേര് വിളിക്കും. ചേച്ചി ഞാൻ പറയണില്ല, പറഞ്ഞെന്താണെന്നറിയോ, ചേച്ചിക്ക് സങ്കടവും. നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ 4-5 പെണ്ണുങ്ങളുണ്ട്. പക്ഷെ ഒരാളും ചിലപ്പോൾ സാധനം മേടിച്ചോണ്ട് വരുമോ എന്ന് പോലും ഈ പ്രായത്തിനിടയ്ക്ക് നമ്മൾ കേട്ടിട്ടില്ല. അക്കോർഡിംഗ് ടു ദിസ് ചേട്ടൻ, സ്ത്രീകൾ പീരീഡ്സ് ആവുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങുക, വല്ല ചായ്പിലേക്കോ അല്ലെങ്കിൽ ഔട്ട് ഹൗസിലേക്കോ ഒക്കെ മാറി താമസിച്ചിട്ട് നിങ്ങൾക്ക് ഇനി അതിന് സൗകര്യം ഇല്ലാത്ത വീടുകളാണെങ്കിൽ അധികം ആൾക്കാരുടെ ശ്രദ്ധ പറ്റാത്ത ഏതെങ്കിലും ഒരു മൂലക്ക് ഷിഫ്റ്റ് ചെയ്യൂ, വല്ല പായൊക്കെ കൊണ്ടുപോയിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. ഇതുപോലുള്ള ചേട്ടന്മാർ നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മളെ കണ്ടാലോ അത് അറിഞ്ഞാലോ ഒക്കെ ഉള്ള ഒരു അവസ്ഥ ആലോചിച്ച് നിങ്ങള്. അവരുടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് പോകുന്ന തറവാടിത്തത്തിന് ആര് സമാധാനം പറയും? എന്നാലും ഈ 5-6 സ്ത്രീകളുള്ള ആ വീട്ടിൽ താമസിക്കുന്ന ആ ചേട്ടന്റെ ഒരു അവസ്ഥ എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ.